അപ്പോൾ നമ്മൾ ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ദി അസറ്റ് ബേസ്ഡ് സ്റ്റാൻഡേർഡ്സ് ആണ്. അപ്പോൾ അസറ്റ് ബേസ്ഡ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കിയാൽ നമുക്കിതിനകത്ത് അസറ്റ് ബേസ്ഡ് സ്റ്റാൻഡേർഡ്സ് ആയിട്ട് പഠിക്കാനുള്ളത് AS2 വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രി ഉണ്ട്, AS10 പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യുപ്മെൻ്റ് ഉണ്ട്, AS13 അക്കൗണ്ടിങ് ഫോർ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, AS16 ബോറോയിങ് കോസ്റ്റ് ഉണ്ട്, AS19 ലീസസ് ഉണ്ട്, AS26 ഇൻടാഞ്ചിബിൾ അസറ്റ് ഉണ്ട്, AS28 ഇമ്പയർമെൻറ്റ് ഓഫ് അസറ്റ് ഉണ്ട്. ഓക്കെ, ഈ സ്റ്റാൻഡേർഡ്സ് കൂടാതെ ഇതിനെ അസറ്റ് വാല്യുവേഷൻ വരുമ്പോൾ നമുക്ക് അഫക്റ്റ് ചെയ്തേക്കാവുന്ന രണ്ട് സ്റ്റാൻഡേർഡുകളാണ് AS11 ദി ഇഫക്ട്സ് ഓഫ് ചേഞ്ചസ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ്സ്. ഓക്കെ, അതുപോലെ തന്നെ AS12 അക്കൗണ്ടിങ് ഫോർ ഗവൺമെൻറ് ഗ്രാൻഡ് സ്പെസിഫിക് അസറ്റൊക്കെ റിലേറ്റഡ് ആയിട്ട് ഗ്രാൻഡ് കിട്ടിയാൽ അപ്പം ഇതും കൂടി ഇതിനിടയിൽ നമ്മൾ ഇൻ ബിറ്റ്വീൻ ഇത് ഡിസ്കസ് ചെയ്യുന്ന കൂട്ടത്തിൽ കവർ ചെയ്യുന്നുണ്ടാകും. സോ അപ്പോൾ നമ്മൾ ലെക്ചർ ഇനി പോകുന്ന ഒരു ഓർഡർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രാക്ടീസ് നമ്മൾ പോകുന്ന ഓർഡർ എന്ന് പറയുന്നത് ഫസ്റ്റ് വി വിൽ കവർ AS2, ദെൻ AS10, ദെൻ AS26, then AS11, 12, 13, 16, then 19, 28. ഓക്കെ, ഈ ഒരു ഓർഡറിലായിരിക്കും നമ്മൾ പോവുക. അപ്പം ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം ഈ അസറ്റ് ബേസ്ഡ് സ്റ്റാൻഡേർഡ്സ് നമ്മളൊന്ന് കവർ ചെയ്യും. അപ്പോൾ അസറ്റ് ബേസ്ഡ് സ്റ്റാൻഡേർഡ്സിലേക്ക് ഫസ്റ്റ് വരുമ്പോൾ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദി മീനിങ് ഓഫ് അസറ്റ്. അപ്പോൾ ഒരു ഐറ്റത്തിനെ നമുക്ക് എപ്പോഴാണ് അസറ്റ് എന്ന് പറയുക എന്ന് ചോദിച്ചാൽ ദി ഫ്രെയിം വർക്കിനകത്ത് അതിൻ്റെ ഡെഫിനിഷൻ ഉണ്ട്. അസറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു റിസോഴ്സ് ആയിരിക്കണം, അതിൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിലായിരിക്കണം, അതിൽ നിന്ന് ഫ്യൂച്ചർ ഇക്കണോമിക് ബെനിഫിറ്റ് എക്സ്പെക്റ്റഡ് ആയിരിക്കണം. അസറ്റ് ഇസ് എ റിസോഴ്സ്, ഓക്കെ, കൺട്രോൾഡ് ബൈ ദി എൻ്റർപ്രൈസ് ആസ് എ റിസൾട്ട് ഓഫ് പാസ്റ്റ് ഇവൻറ്റ്സ്, ഓക്കെ, ഫ്രം വിച്ച് ഫ്യൂച്ചർ ഇക്കണോമിക് ബെനിഫിറ്റ് ഇസ് എക്സ്പെക്റ്റഡ് ടു ഫ്ലോ ടു ദി എൻ്റർപ്രൈസ്. അതിൽ നിന്ന് ഫ്യൂച്ചർ ഇക്കണോമിക് ബെനിഫിറ്റ് പ്രോബബിൾ ആണ്, എമൗണ്ട് ഓർ വാല്യൂ ക്യാൻ ബി മെഷർഡ് റിലയബിളി, എങ്കിൽ നമ്മൾ അത് അസറ്റായിട്ട് റെക്കഗ്നൈസ് ചെയ്യും. ഇതാണ് അസറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ നമ്മളുടെ ഫ്രെയിം വർക്കിലുള്ളത്. അതിൽ നിന്ന് ഓരോന്നിലും എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇൻഡിവിജ്വൽ സ്റ്റാൻഡേർഡിൽ നമ്മൾ കാണുക. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ആണ് AS2 വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രീസ്. അപ്പോൾ ഇൻവെൻട്രീസ് എന്ന് പറയുന്നത് നമ്മളുടെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്ന ഐറ്റം ഇയർ എൻഡിൽ വാല്യൂ ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ ദാറ്റ് ഈസ് ഗോയിങ് ടു അഫക്ട് യുവർ അസറ്റ് ലയബിലിറ്റി പൊസിഷൻ ആസ് വെൽ ആസ് യുവർ പ്രോഫിറ്റ് ഫോർ ദി ഇയർ. ഓക്കെ, നമ്മളുടെ പ്രോഫിറ്റ് എത്രയാണോ അതിനെ ഡയറക്റ്റ് കണക്ഷനുള്ള ഒരു ഐറ്റമാണ് ഇൻവെൻട്രി. സോ ഇറ്റ് ഈസ് വെരി ക്രൂഷ്യൽ ടു വാല്യൂ ഇൻവെൻട്രി പ്രോപ്പർലി. അപ്പോൾ ഇൻവെൻട്രീനെ വാല്യൂ ചെയ്യുമ്പം പ്രൂഡൻസ് കോൺസെപ്റ്റ് അപ്ലൈ ചെയ്ത് പ്രോപ്പറായിട്ട് വാല്യൂ ചെയ്യാനുള്ള പ്രിൻസിപ്പിൾസ് ആണ് AS2 വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രിയിലുള്ളത്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് നമ്മൾ നോക്കിയാൽ 4 ഐറ്റത്തിൽ ഈ സ്റ്റാൻഡേർഡിൻ്റെ റിക്വയർമെൻറ്റ് ആപ്ലിക്കബിൾ അല്ല. വർക്ക് ഇൻ പ്രോഗ്രസ് ഓഫ് എ കൺസ്ട്രക്ഷൻ കോൺട്രാക്ടർ AS7 ആപ്ലിക്കബിൾ ആണ്. വർക്ക് ഇൻ പ്രോഗ്രസ് ഓഫ് എ സർവീസ് പ്രൊവൈഡർ അതിൻ്റെ വാല്യൂ റിലയബിളി മെഷർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വിൽ നോട്ട് ബി കൺസിഡറിങ് ദാറ്റ്. ഷെയർസ്, ഡെബഞ്ചേഴ്സ് ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഹെൽഡ് ആ സ്റ്റോക്ക് ഇൻ ട്രേഡ് അത് നോർമൽ ടൈപ്പ് ഓഫ് ഇൻവെൻട്രി അല്ല, അതുകൊണ്ട് എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുന്നു. ദാറ്റ് വിൽ ബി കവേർഡ് ഇൻ AS13. Then producers inventories of livestock, agricultural, forest products which are being measured at net realizable value in accordance with industrial practices as their cost is not directly measurable. ഈ 4 ഐറ്റം ഈ സ്റ്റാൻഡേർഡിൻ്റെ പരിധിയിൽ വരില്ല. ബാക്കി ഇൻവെൻട്രിയുടെ ഡെഫിനിഷൻ മീറ്റ് ചെയ്യുന്ന ഏതൊരു ഐറ്റവും ഈ സ്റ്റാൻഡേർഡിൻ്റെ പരിധിയിൽ വരും. അപ്പോൾ ഇൻവെൻട്രിയുടെ ഡെഫിനിഷൻ ഇതാണ്: ഇൻവെൻട്രീസ് ആർ ദോസ് അസറ്റ്സ് വിച്ച് ആർ ഹെൽഡ് ഫോർ സെയിൽ ഇൻ ദി ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്, in the process of production for such sale, or in the form of materials and supplies which are to be consumed in the production process or in the rendering of service. അപ്പോൾ നമ്മുടെ ബിസിനസ്സിൻ്റെ നോർമൽ കോഴ്സിൽ സെല് ചെയ്യാൻ വെച്ചേക്കുന്ന ഫിനിഷ്ഡ് ഗുഡ്സ്, സ്റ്റോക്ക് ഇൻ ട്രേഡ് പോലുള്ള സാധനങ്ങൾ, ദെൻ വർക്ക് ഇൻ പ്രോഗ്രസ് ആയിട്ട് നിൽക്കുന്ന മാനുഫാക്ചറുടെ വർക്ക് ഇൻ പ്രോഗ്രസ്, അതുപോലെ തന്നെ റോ മെറ്റീരിയൽ, കൺസ്യൂമബിൾ, സ്പെയർസ്, ഇതൊക്കെ നമ്മൾ ഏതാണ് കൺസംഷന് വേണ്ടി വെച്ചിരിക്കുന്ന ഐറ്റംസ്, ഇതൊക്കെ ഇൻവെൻട്രിയുടെ ഡെഫിനിഷൻ മീറ്റ് ചെയ്യും. ഇനി സ്പെയർ പാർട്സ്, സ്റ്റാൻഡ് ബൈ എക്യുപ്മെൻറ്റ്സ്, അതൊക്കെ ഏതാണ് PPE ഡെഫിനിഷൻ മീറ്റ് ചെയ്യുമെങ്കിൽ ആ സ്റ്റാൻഡേർഡ് പ്രകാരം അക്കൗണ്ട് ചെയ്യും. അതായത് മോർ ദാൻ 12 months ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിൽ PPE ആയിട്ട് അക്കൗണ്ട് ചെയ്യും, അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി കൺസിഡർഡ് ആസ് എൻ ഇൻവെൻട്രി അണ്ടർ ദ സ്റ്റാൻഡേർഡ്. ഇനി ഈ സ്റ്റാൻഡേർഡിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇൻവെൻട്രീസ് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ഓർ മെറ്റീരിയൽ മാത്രമല്ല, വൈഡർ സ്കോപ്പ് ഉണ്ട്. ഈ ഡെഫിനിഷൻ കെയർഫുള്ളി ഇവാലുവേറ്റ് ചെയ്ത് വേണം ഒരെണ്ണം ഇൻവെൻട്രി ആണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ. ഇൻവെൻട്രി അസറ്റ് ആണ്, അപ്പം അസറ്റിൻ്റെ ബേസിക് ഡെഫിനിഷൻ മീറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള എൻഷുർ ചെയ്യണം. അപ്പോൾ ഇൻവെൻട്രി വാല്യുവേഷൻ വരുമ്പോൾ ഇൻവെൻട്രീനെ വാല്യൂ ചെയ്യാനായിട്ടുള്ള ബേസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇൻവെൻട്രി ഷുഡ് ബി വാല്യൂഡ് അറ്റ് ലോവർ ഓഫ് കോസ്റ്റ് ആൻഡ് നെറ്റ് റിയലൈസബിൾ വാല്യൂ. ഓക്കെ, അങ്ങനെ പ്രൂഡൻസ് കോൺസെപ്റ്റ് കംപ്ലൈ ചെയ്യാൻ വേണ്ടി വാല്യൂ കൂടിയാൽ നമ്മൾ ആ വാല്യൂ ഇൻക്രീസ് നമ്മൾ അക്കൗണ്ട് ചെയ്യില്ല, ബട്ട് റെഡ്യൂസ് ചെയ്താൽ ആ റൈറ്റ് ഡൗൺ അക്കൗണ്ട് ചെയ്യാൻ വേണ്ടി ഇൻവെൻട്രി ഷുഡ് ബി വാല്യൂഡ് അറ്റ് ലോവർ ഓഫ് കോസ്റ്റ് ആൻഡ് നെറ്റ് റിയലൈസബിൾ വാല്യൂ. അതിൽ ഒരു എക്സെപ്ഷൻ മാത്രമുണ്ട്. പ്രൂഡൻസ് കോൺസെപ്റ്റ് ഒരു ലോസ് എക്സ്പെക്ട് ചെയ്യുന്ന സിറ്റുവേഷനിൽ മാത്രമാണ് ഏതാണ് കോസ്റ്റ് അല്ലാത്തൊരു വാല്യൂ റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റുക. ഓക്കെ, അല്ലെങ്കിൽ അത് ഈ സ്റ്റാൻഡേർഡ് പറയുക. അപ്പം ലോവർ ഓഫ് കോസ്റ്റ് ആൻഡ് NRV ഒരു സിറ്റുവേഷനിൽ മാത്രം ചെയ്യണ്ട എന്ന് സ്റ്റാൻഡേർഡ് സെറ്റേഴ്സ് പറയുന്നു. ദാറ്റ് ഈസ് ദി കേസ് വിത്ത് റെസ്പെക്ട് ടു റോ മെറ്റീരിയൽ ഓർ സപ്ലൈസ് ടു ബി കൺസ്യൂംഡ് ഇൻ പ്രൊഡക്ഷൻ പ്രോസസ്. അവിടെ അവർ പറയുന്ന ഇതാണ്: നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ വാല്യുവേഷൻ ആദ്യം ചെയ്യുക. ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ കോസ്റ്റിനേക്കാൾ കൂടുതലാണ് NRV, ഓക്കെ, അല്ലെങ്കിൽ കോസ്റ്റിൻ്റെ അത്രയും തന്നെയെങ്കിൽ NRV ഉണ്ട്. ഫിനിഷ്ഡ് ഗുഡ്സിൽ നിന്ന് ലോസ് എക്സ്പെക്റ്റഡ് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഇതിനെ കൺവേർട്ട് ചെയ്ത് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി വിൽക്കുമ്പോഴും നമുക്ക് ലോസ് വരാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട്
അവിടെ NRV ആയിട്ട് കമ്പാരിസൺ ചെയ്യേണ്ട, ഡയറക്റ്റ്ലി അതിനെ കോസ്റ്റിൽ റെക്കോർഡ് ചെയ്യാം. ഫിനിഷ്ഡ് ഗുഡ്സ്, ഒരു റോ മെറ്റീരിയൽ ഉപയോഗിക്കാൻ പോകുന്ന ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ വാല്യുവേഷൻ വരുമ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സ് വാല്യൂ ചെയ്തിരിക്കുന്ന കോസ്റ്റിൽ തന്നെയാണ് NRV ഈസ് ഹയർ ഓർ ഈക്വൽ എങ്കിൽ ഈ പറയുന്ന നമ്മളുടെ റോ മെറ്റീരിയലിൽ കോസ്റ്റ് NRV കമ്പാരിസൺ വേണ്ട, കോസ്റ്റിൽ തന്നെ കാണിക്കാം. ഇനി ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ കേസ് വന്നപ്പം അതിൻ്റെ NRV ഈസ് ലെസർ ദാൻ ദി കോസ്റ്റ്, അത് വാല്യൂ ചെയ്തിരിക്കുന്ന NRV എന്ന് പറയുന്ന വാല്യൂവിലാണെങ്കിൽ ദെൻ റോ മെറ്റീരിയൽ നമ്മൾ വരുമ്പോൾ അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി വിൽക്കുമ്പോൾ ലോസ് വരാൻ സാധ്യതയുണ്ട്. അപ്പം റോ മെറ്റീരിയൽ സ്റ്റേജിൽ തന്നെ ലോസ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുക, ലോവർ ഓഫ് കോസ്റ്റ് ആൻഡ് NRV ചെയ്യുക. അവിടെ NRV ആയിട്ട് നമ്മൾ എടുക്കുക, നെറ്റ് റിയലൈസബിൾ വാല്യൂ ആയിട്ട് എടുക്കുക, റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് ഓഫ് ഇൻവെൻട്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ജനറലി വർക്ക് ഇൻ പ്രോഗ്രസ്സോ സ്റ്റോക്ക് ഇൻ ട്രേഡോ ഫിനിഷ്ഡ് ഗുഡ്സോ തന്നാൽ ലോവർ ഓഫ് കോസ്റ്റ് ആൻഡ് NRV. റോ മെറ്റീരിയൽ തന്ന ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ സിറ്റുവേഷൻ നോക്കുക, ഫിനിഷ്ഡ് ഗുഡ്സ് കോസ്റ്റിലാണ് വാല്യൂ ചെയ്തിരിക്കുന്നതെങ്കിൽ ഇതാണ് റോ മെറ്റീരിയലിനെ ഡയറക്റ്റ്ലി കോസ്റ്റിൽ, ഫിനിഷ്ഡ് ഗുഡ്സിനെ NRVയിലാണ് വാല്യൂ ചെയ്തിരിക്കുന്നതെങ്കിൽ റോ മെറ്റീരിയലിന് കോസ്റ്റ് NRV കമ്പാരിസൺ എടുക്കണം. അവിടെ NRV ആയിട്ട് എടുക്കേണ്ടത് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് ആണ്. ഇതാണ് അവിടുത്തെ ലോജിക്ക് ഉള്ളത്. ഇനി അവിടെ NRV എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ അസറ്റ് വിൽക്കുമ്പോൾ വാട്ട് ഈസ് ദി എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് പ്രൈസ് ഇൻ ദി ഓർഡിനറി കോഴ്സ് കിട്ടുക, അതിൽ നിന്ന് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് കംപ്ലീഷൻ, അത് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് നെസസറി ടു മേക്ക് ദി സെയിൽ, ഇത് മൂന്നും കുറയ്ക്കുകയാണ്. അതായത് ഒരു സ്റ്റോക്ക് ഇൻ ട്രേഡോ അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സോ ഒക്കെ ആണെങ്കിൽ എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് പ്രൈസിൽ നിന്ന് സെല്ലിംഗ് എക്സ്പെൻസ് കുറയ്ക്കുക. ഇനി ഒരു വർക്ക് ഇൻ പ്രോഗ്രസ് ആണെങ്കിൽ അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കിയാൽ എത്ര സെല്ലിംഗ് പ്രൈസ് ഉണ്ട് മൈനസ് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കാൻ എത്ര കോസ്റ്റ് വരും മൈനസ് എത്രയാണ് സെല്ലിംഗ് എക്സ്പെൻസ്, ഈ രീതിയിൽ നമ്മൾ കമ്പ്യൂട്ടേഷൻ എടുക്കുക. ഇനി അതൊരു റോ മെറ്റീരിയൽ ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി സ്പെസിഫിക് വാല്യൂ ആണ്, മാർക്കറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ഫെയർ വാല്യൂ പോലൊരു വാല്യൂ അല്ല. അപ്പോൾ നെറ്റ് റിയലൈസബിൾ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ എന്ത് പർപ്പസിനാണ് ഇൻവെൻറ്ററി വെച്ചേക്കുന്നത് എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ അല്ലേ, മാർക്കറ്റ് വാല്യൂ NRVയും സെയിം ആവണമെന്നില്ല, അതുപോലെ തന്നെ ഫെയർ വാല്യൂ NRV സെയിം ആവണമെന്ന് നിർബന്ധമില്ല. ഇനി കോസ്റ്റ് ഓഫ് ഇൻവെൻട്രിയിൽ ഏതൊക്കെ എടുക്കാമെന്ന് ചോദിച്ചാൽ 3 കോമ്പണൻസ് ആണ് വരിക, കോസ്റ്റ് ഓഫ് പർച്ചേസ്, കോസ്റ്റ് ഓഫ് കൺവേർഷൻ ആൻഡ് അതർ കോസ്റ്റ് ഇൻകേർഡ് ടു ബ്രിങ് ദി ഇൻവെൻട്രീസ് ടു ദെയർ പ്രസന്റ് ലൊക്കേഷൻ കണ്ടീഷൻ. അപ്പോൾ കോസ്റ്റ് ഓഫ് പർച്ചേസിൽ പർച്ചേസ് പ്രൈസ് എടുക്കാം, ട്രേഡ് ഡിസ്കൗണ്ട് റിബേറ്റ് ഉണ്ടെങ്കിൽ കുറയ്ക്കാം, ക്യാഷ് ഡിസ്കൗണ്ട് കുറയ്ക്കാൻ പാടില്ല, നോൺ റീഫണ്ടബിൾ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ്, ഫ്രേറ്റ് ഇൻവേർഡ് പോലുള്ള എക്സ്പെൻസ് ഇതൊക്കെ ആഡ് ചെയ്യാം. ഇനി കോസ്റ്റ് ഓഫ് കൺവേർഷനിൽ ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ്, വേരിയബിൾ പ്രൊഡക്ഷൻ ഓവർഹെഡ്, ഫിക്സഡ് പ്രൊഡക്ഷൻ ഓവർഹെഡ് ഇതൊക്കെ ആഡ് ചെയ്യാം. ഇതല്ലാതെ ഏതെങ്കിലും ഡയറക്റ്റ് കോസ്റ്റ് ഉണ്ട് ഇൻവെൻട്രീനെ പ്രസന്റ് ലൊക്കേഷൻ കണ്ടീഷനിലേക്ക് കൊണ്ടുവരാനെന്ന് അറിയാമെങ്കിൽ അതും എടുക്കാം. ഇനി ഫിക്സഡ് പ്രൊഡക്ഷൻ ഓവർഹെഡ് അലോക്കേറ്റ് ചെയ്യുമ്പം നോർമൽ കപ്പാസിറ്റിയുടെ ബേസിലാണ് അലോക്കേറ്റ് ചെയ്യേണ്ടത്. ആക്ച്വൽ പ്രൊഡക്ഷൻ ഈക്വൽ ടു നോർമൽ കപ്പാസിറ്റി ആണെങ്കിൽ നോർമൽ കപ്പാസിറ്റി ഉപയോഗിക്കും, ലോ പ്രൊഡക്ഷൻ ആണെങ്കിൽ നോർമൽ കപ്പാസിറ്റി ഉപയോഗിക്കും. അവിടെ അൺഅലോക്കേറ്റഡ് എമൗണ്ടിനെ നമ്മൾ എക്സ്പെൻസ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യും, ഇൻവെൻട്രിയുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിലേക്ക് എടുക്കില്ല. അബ്നോർമൽ ഹൈ പ്രൊഡക്ഷൻ വരുമ്പോൾ മാത്രം ഇൻവെൻട്രീനെ കോസ്റ്റിനേക്കാൾ കൂടുതൽ വാല്യൂവിൽ റെക്കോർഡ് ചെയ്യരുത് എന്നത് എൻഷുർ ചെയ്യാൻ വേണ്ടി ആക്ച്വൽ പ്രൊഡക്ഷൻ്റെ ബേസിൽ അലോക്കേഷൻ നടത്താം. ഓക്കെ, അതല്ലാതെ നോർമൽ കേസിൽ ഇറ്റ് വിൽ ബി ബേസ്ഡ് ഓൺ നോർമൽ കപ്പാസിറ്റി. ഇനി ഇൻട്രസ്റ്റ് അത് ഒരു ബോറോയിങ് കോസ്റ്റ് സ്റ്റാൻഡേർഡ് പ്രകാരം ക്വാളിഫയിങ് അസറ്റ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് ആൻഡ് അതർ ബോറോയിങ് കോസ്റ്റ് ക്യാൻ ബി ഇൻക്ലൂഡഡ് ഇൻ കോസ്റ്റ്, അതർവൈസ് ഇറ്റ് ഇസ് എക്സ്ക്ലൂഡഡ്. അതാണ് സിറ്റുവേഷൻ ഉള്ളത്. അതുപോലെ തന്നെ നമുക്ക് അബ്നോർമൽ വേസ്റ്റേജ് ഉണ്ടെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല, പ്രൊഡക്ഷൻ പ്രോസസ്സിൻ്റെ പാർട്ട് അല്ലാത്ത സ്റ്റോറേജ് കോസ്റ്റ് ഉണ്ടെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല, അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആഡ് ചെയ്യാൻ പാടില്ല. ഇത്രയുമാണ് കോസ്റ്റിൻ്റെ കോമ്പണൻസ് ഉള്ളത്. ഇനി നമ്മൾ പലപ്പോഴും ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സ് വരുമ്പോൾ അവിടെ ജോയിൻ പ്രൊഡക്റ്റ്, ബൈ പ്രൊഡക്റ്റ് ഇതൊക്കെ വരാം. നമ്മൾ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഇൻറ്റൻഷനലി ഒന്നിൽ കൂടുതൽ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്താൽ ദാറ്റ് ഇസ് ജോയിൻ പ്രൊഡക്ട്സ്. അപ്പോൾ ജോയിൻ പ്രൊഡക്ട്സിൻ്റെ ജോയിൻ കോസ്റ്റ് ആയിട്ട് നമുക്ക് എന്താണോ വരുന്നത് അതൊരു ലോജിക്കൽ, റാഷണൽ ആൻഡ് കൺസിസ്റ്റൻറ്റ് ബേസിൽ അലോക്കേറ്റ് ചെയ്യുക. സാധാരണ മാർക്കറ്റ് വാല്യൂഡ് സെപ്പറേഷൻ അഥവാ ഏതാണ് സെയിൽ വാല്യൂഡ് സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് എന്നൊക്കെ പറയുന്ന മെത്തേഡാണ് ഏറ്റവും ലോജിക്കൽ മെത്തേഡായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അതായത് അതിനെ 2 പ്രോഡക്റ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന പോയിന്റിൽ ഓരോന്നിനും എന്താണോ സെല്ലിംഗ് പ്രൈസ് ഉള്ളത് അല്ലെങ്കിൽ നെറ്റ് റിയലൈസബിൾ വാല്യൂ ഉള്ളത് അത് ഇവാലുവേറ്റ് ചെയ്യുക, അതിൻ്റെ റേഷ്യോയിൽ ജോയിൻ കോസ്റ്റിനെ അലോക്കേറ്റ് ചെയ്യുക ഓരോന്നിലേക്കും. ഇനി ബൈ പ്രോഡക്റ്റ് സ്ക്രാപ്പ് ഒക്കെ യൂഷ്വലി ഇറ്റ് വിൽ ബി ഇമ്മെറ്റീരിയൽ നേച്ചർ. അപ്പോൾ അത് മെയിൻ പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ നിന്ന് അതിൻ്റെ NRV കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. വളരെ എക്സ്ട്രീംലി റയർ സിറ്റുവേഷനിൽ മാത്രം അതൊരു മെറ്റീരിയൽ ഐറ്റം ആയേക്കാം. അങ്ങനെയെങ്കിലും ഒരു ജോയിൻ പ്രോഡക്റ്റ് പോലെ ട്രീറ്റ് ചെയ്യുക. വരുന്ന ക്വസ്റ്റ്യനിലൊക്കെ അത് യൂഷ്വലി ഇമ്മെറ്റീരിയൽ ഇൻ നേച്ചർ ആയിരിക്കും. സോ അതിൻ്റെ NRV കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് മെയിൻ പ്രോഡക്റ്റിൽ നിന്ന് കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ അടുത്ത സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഏതൊക്കെ കോസ്റ്റ് മെഷർമെൻറ്റ് ടെക്നിക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. നമുക്ക് ഹൈ വാല്യൂ ലോ ക്വാണ്ടിറ്റി ഐറ്റം, ജ്വല്ലറി പോലുള്ള ഐറ്റം, അല്ലെങ്കിൽ ഒരു പെയിൻറ്റിങ് ഷോപ്പിൽ പെയിൻറ്റിങ്സ് വിൽക്കാൻ വെച്ചേക്കുന്നത്, അല്ലെങ്കിൽ ഒരു ആർക്കിയോളജിക്കൽ കളക്ഷൻ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള ഹൈ വാല്യൂ ലോ ക്വാണ്ടിറ്റി ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ ഓരോന്നും അത് പർച്ചേസ് ചെയ്ത് ഇൻവോയ്സ് തപ്പിപ്പിടിച്ച് അതിൻ്റെ കോസ്റ്റ് എടുക്കണം, സ്പെസിഫിക് ഐഡൻറ്റിഫിക്കേഷൻ മെത്തേഡ് എടുക്കണം. നേരെ മറിച്ച് നമുക്ക് യുണീക്ക് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് അല്ല, അവിടെ വരുന്ന ഏതാണ് നമുക്ക് ഇൻ്റർചേഞ്ചബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് എങ്കിൽ
അവിടെ നമുക്ക് ഫിഫോ അല്ലെങ്കിൽ വെയ്റ്റഡ് ആവറേജ് ആണ് യൂഷ്വലി ഉപയോഗിക്കാൻ പറ്റുന്ന മെത്തേഡ്. ഇനി ആക്ച്വൽ കോസ്റ്റ് അപ്രോക്സിമേറ്റ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആണെങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് മെത്തേഡ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ റീറ്റെയിൽ മെത്തേഡ്, ഈ പറയുന്ന ഫിഫോ വെയ്റ്റഡ് ആവറേജ് ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ്, ഒരു സെയിം ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ ഒക്കെ ഉപയോഗിക്കുന്നതെന്ന് തോന്നുവാണെങ്കിൽ ഏതാണ് സെല്ലിംഗ് പ്രൈസിൽ നിന്ന് എത്രയാണ് പ്രോഫിറ്റ് മാർജിൻ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് കുറച്ച് അഡ്ജസ്റ്റഡ് സെല്ലിംഗ് പ്രൈസ് മെത്തേഡ് അഥവാ റീറ്റെയിൽ മെത്തേഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ചാൽ സിമിലർ നേച്ചറുള്ള ഇൻവെൻട്രിക്ക് എൻറ്റിറ്റി ആസ് എ ഹോൾ സെയിം മെത്തേഡ് വേണം ഉപയോഗിക്കാൻ. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻവെൻട്രിക്ക് ഡിഫറെൻറ്റ് മെത്തേഡ്സ് വേണമെങ്കിൽ പെർമിറ്റഡ് ആണ്. ഇനി നമ്മൾ കമ്പാരിസൺ നടത്തുമ്പോൾ ഐറ്റം ബൈ ഐറ്റം ബേസിസിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ സംഭവത്തിനെ കോസ്റ്റ് NRV കമ്പാരിസൺ നടത്താനായിട്ട്. ക്ലാസിഫിക്കേഷൻ വൈസ് അതിനെ കമ്പാരിസൺ നടത്തുന്നത് അപ്രോപ്രിയേറ്റ് അല്ല. ഓരോ വർഷത്തിൻ്റെ എൻഡിലും നമ്മളൊരു ഫ്രഷ് എസ്റ്റിമേറ്റ് ഓഫ് NRV എടുക്കുകയും ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഇത് AS2 വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രിയിൽ പ്രിൻസിപ്പിളായിട്ട് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ ആണോ? ഇതിലേതെങ്കിലും ഒരു പോയിന്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരണം എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് പറയുവാണെങ്കിൽ ഐ വിൽ ടേക്ക് സം ടൈം ഫോർ ദാറ്റ്, ദെൻ വി വിൽ കം ടു ദി ക്വസ്റ്റ്യൻസ്. ഏതെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് ഏതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് തോന്നുന്ന അങ്ങനത്തെ എന്തെങ്കിലും ടോപ്പിക്സ് ഉണ്ടോ? അപ്പോൾ അതിൽ ഒരു സംഭവം റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്ന സംഭവമാണ്. അപ്പോൾ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻവെൻറ്ററി അതുപോലെ തന്നെ ഒരു ഐറ്റം വീണ്ടും വാങ്ങിക്കാൻ എന്ത് കോസ്റ്റ് വരുമോ അതിനെയാണ് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് എന്ന് വിളിക്കുക. അപ്പോൾ ഒരു റോ മെറ്റീരിയലിൻ്റെ കേസിൽ റോ മെറ്റീരിയലിൻ്റെ വാല്യുവേഷൻ ചെയ്യുന്ന സിറ്റുവേഷനിൽ നമ്മൾ നോക്കണം, ഫിനിഷ്ഡ് ഗുഡ്സ് വിൽക്കുന്നത് കോസ്റ്റിനേക്കാൾ കൂടിയ എമൗണ്ടിലാണോ, ഫിനിഷ്ഡ് ഗുഡ്സ് വരുമ്പോൾ അത് വാല്യൂ ചെയ്തിരിക്കുന്ന ലോവർ ഓഫ് കോസ്റ്റ് ആൻഡ് NRV എടുത്തപ്പോൾ കോസ്റ്റിലാണോ എങ്കിൽ നമുക്ക് റോ മെറ്റീരിയലിൻ്റെ കേസിൽ അൺസർട്ടനിറ്റി ഒന്നുമില്ല, ഫ്യൂച്ചറിൽ ലോസ് വരാൻ സാധ്യതയൊന്നുമില്ല. അതുകൊണ്ട് ഡയറക്റ്റ്ലി നമ്മൾ പർച്ചേസ് ചെയ്ത കോസ്റ്റിൽ അതിനെ റെക്കോർഡ് ചെയ്യുക. ഇനി നേരെ മറിച്ച് ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയുന്ന സംഭവം അത് ലോസ് വരാൻ സാധ്യതയുണ്ട്, അതിൻ്റെ NRV ആണ് ലോവർ എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ഇയറിൽ നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്ത് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി വയ്ക്കാൻ ലോസ് വരും. അപ്പോൾ ആ ലോസ് വരുന്ന ആ ഒരു സിറ്റുവേഷനിൽ ഏതാണ് അങ്ങനെ ഒരു വീണ്ടും എഫേർട്ട് ഇട്ടിട്ട് ലോസ് വരുന്നതിനേക്കാൾ കമ്പനി എന്ത് ചെയ്യാൻ ചിലപ്പോൾ ആ റോ മെറ്റീരിയൽ സ്റ്റേജിൽ തന്നെ ആ സാധനം വിൽക്കാൻ ശ്രമിച്ചാൽ എന്ത് വാല്യൂ വരാമെന്നുള്ളത് കണ്ടുപിടിക്കണം. പക്ഷേ നോർമൽ രീതിയിൽ കമ്പനി റോ മെറ്റീരിയലിനെ ആ സ്റ്റേജിൽ തന്നെ വിൽക്കുന്നുണ്ടാവില്ല. അപ്പോൾ NRV കാണാൻ വേണ്ടി സ്റ്റാൻഡേർഡ് സെറ്റേഴ്സ് പറയുന്നു അതിൻ്റെ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് എടുക്കുക. റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് ഇസ് നത്തിങ് ബട്ട് ആ ഡേറ്റിൽ അതുപോലൊരു ഇൻവെൻറ്ററി പർച്ചേസ് ചെയ്യുവാണെങ്കിൽ ഹൗ മച്ച് കോസ്റ്റ് ദേ ആർ ഗോയിങ് ടു പേ, അതായിരിക്കും അവർ വേറൊരാൾക്ക് സെല്ല് ചെയ്താലും കിട്ടാൻ പോകുന്ന പ്രൈസ്. അപ്പം ആ പ്രൈസ് എടുക്കുക. ദാറ്റ് ഈസ് നോൺ ആസ് യുവർ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ്. നൗ കോസ്റ്റ് മെഷർമെൻറ്റ് ടെക്നിക്സ് ആണ് വേറൊരെണ്ണം വന്നത്. കോസ്റ്റ് മെഷർമെൻറ്റ് ടെക്നിക്സിൽ നമുക്ക് 2 ടൈപ്പ് ഓഫ് ഇൻവെൻട്രീസ് ഉണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഷോപ്പ് നടത്തുകയെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മളുടെ ഈ കരിക്കിൻ്റെ പണ്ടത്തെ എപ്പിസോഡൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഉൽക്ക എന്ന് പറഞ്ഞൊരു എപ്പിസോഡ് ഉണ്ടായിരുന്നു. അതിനകത്ത് അവർ ആർക്കിയോളജിക്കൽ കളക്ഷൻസ് അല്ലെങ്കിൽ ആൻറ്റിക് പീസൊക്കെ വിൽക്കുന്ന ഷോപ്പാണ് നടത്തുക. അവിടെ വരുന്ന ഓരോ ഐറ്റവും ഇൻഡിവിജ്വലി ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഓരോന്നും വേറൊരെണ്ണത്തിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. അങ്ങനെയുള്ള ഇൻവെൻട്രീനെയാണ് ഇൻവെൻട്രീസ് ദാറ്റ് ആർ നോട്ട് ഓർഡിനറിലി ഇൻ്റർചേഞ്ചബിൾ എന്ന് വിളിക്കുക. അപ്പോൾ അതിൽ ഓരോന്നിൻ്റെയും ഇൻവെൻട്രി ഇൻഡിവിജ്വലി യുണീക്ക് ആയിട്ടുള്ള ഐറ്റം ആകുമ്പോൾ അങ്ങനത്തെ ഐറ്റം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സ്പെസിഫിക്കലി ഓരോന്നിൻ്റെയും കോസ്റ്റ് എത്രയാണെന്ന് നോക്കും. അതാണ് സ്പെസിഫിക് ഐഡൻറ്റിഫിക്കേഷൻ മെത്തേഡ്. അപ്പോൾ ഇപ്പം നമ്മളുടെ സിറ്റുവേഷനൊക്കെ നോക്കിയാൽ ടെക്നോളജിയൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്, എല്ലായിടത്തും ബാർകോഡൊക്കെയാണ്. അപ്പോൾ എല്ലാ ഇൻവെൻട്രിയിലും നമ്മൾ ബാർകോഡ് അടിച്ച് കഴിയുമ്പോൾ ശരിക്കും ആ വിറ്റ് പോകുമ്പം അത് നമ്മുടെ സിസ്റ്റത്തെ റെക്കോർഡാവും. ബാക്കി അവിടെ ഇരിക്കുന്ന ഓരോന്നിൻ്റെയും സ്പെസിഫിക് ഐഡൻറ്റിഫിക്കേഷൻ നമുക്ക് ഈവൻ യുണീക്ക് അല്ലാത്ത പ്രോഡക്റ്റിൽ പോലും പലപ്പോഴും ഈ QR കോഡൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ബാർകോഡ് വെച്ചിട്ട് ചെയ്യുമ്പം നടത്താൻ പറ്റുന്ന സിറ്റുവേഷനാണ്. ബട്ട് എപ്പോഴും ഇത് ഫോളോ ചെയ്യേണ്ടത് ഇൻവെൻട്രീസ് ദാറ്റ് ആർ നോട്ട് ഓർഡിനറിലി ഇൻ്റർചേഞ്ചബിൾ, യുണീക്ക് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ ഓരോന്നും പർച്ചേസ് ചെയ്ത് എന്നാണ് എന്നുള്ളത് നോക്കി അതിൻ്റെ കോസ്റ്റ് എടുക്കണം. അല്ലാതെ ആദ്യം വന്നത് ആദ്യം വിറ്റു എന്നുള്ള അസംഷനൊന്നും അതിലെടുക്കാൻ പറ്റില്ല. ഓക്കെ, അതാണ് ഇൻവെൻട്രീസ് ദാറ്റ് ആർ നോട്ട് ഓർഡിനറിലി ഇൻ്റർചേഞ്ചബിൾ. ഓരോ പ്രോഡക്റ്റ് യുണീക്ക് ആകുമ്പോൾ മാത്രമാണ് അത് മാൻഡേറ്ററിലി ഫോളോ ചെയ്യേണ്ടത്. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ ഐ ആം ഹാവിങ് എ മൊബൈൽ ഫോൺ. ഇപ്പം സാംസങ്ങിൻ്റെ S23 ആണ് എൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ. അപ്പോൾ ഈ മൊബൈൽ ഫോൺ അവർ ആദ്യത്തെ യൂണിറ്റ് മാനുഫാക്ചർ ചെയ്തതും അവരുടെ 10,000 യൂണിറ്റ് മാനുഫാക്ചർ ചെയ്യുന്ന 11,001 അവർ മാനുഫാക്ചർ ചെയ്യുന്ന ഐറ്റവും തമ്മിൽ കോൺഫിഗറേഷനിലോ അതിനകത്തുള്ള കാര്യങ്ങളിലോ യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല. അപ്പോൾ ഇതിൽ ഏത് കുറഞ്ഞാലും നമുക്ക് അവിടെ ഡിഫറൻസ് വരില്ല. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ ആയതുകൊണ്ട്
അവിടെ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ ഇൻവെൻട്രീസ് യുണീക്ക് അല്ല ഹോമോജീനിയസ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു കോസ്റ്റ് മെഷർമെൻറ്റ് ടെക്നിക്കിലേക്ക് നമ്മൾ പോവേണ്ടത്. അപ്പോൾ അവിടെ സ്റ്റാൻഡേർഡ് പറയുന്നു ലോജിക്കലായിട്ടുള്ള രണ്ട് മെത്തേഡ്, ഒന്നുകിൽ ആദ്യം വന്നത് ആദ്യം വിറ്റു എന്നുള്ള രീതിയിൽ ഫിഫോ ബേസിസ്, ദാറ്റ് ഈസ് ലോജിക്കൽ, അല്ലെങ്കിൽ വെയ്റ്റഡ് ആവറേജ്, ദാറ്റ് ഈസ് ഓൾസോ ലോജിക്കൽ. ഇത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഇനി നിങ്ങൾ ഒരു പ്രോഡക്റ്റ് യൂഷ്വലി മാനുഫാക്ചർ ചെയ്യാൻ 40 രൂപ പെർ യൂണിറ്റ് ആണ് എടുക്കുക. നിങ്ങൾ ഈ വർഷം 1 ലക്ഷം യൂണിറ്റ് മാനുഫാക്ചർ ചെയ്തു, 39,99,995 രൂപയാണ് നിങ്ങൾക്ക് ഉണ്ടായത്, 5 രൂപ കുറവാണ്. ഇവിടെ നിങ്ങൾ ഡീറ്റെയിൽഡ് കോസ്റ്റ് ഷീറ്റ് എടുത്തിട്ട് പെർ യൂണിറ്റ് കോസ്റ്റ് കണ്ടുപിടിച്ചാലും, നിങ്ങൾ ആവറേജ് ഓൺ ആൻഡ് ആവറേജ് വരുന്ന 40 എന്നെടുത്താലും നിങ്ങൾക്ക് വാല്യൂവിൽ കാര്യമായ വ്യത്യാസം വരില്ല. ഇങ്ങനെ നിങ്ങൾക്ക് ആക്ച്വലി വന്നേക്കുന്ന കോസ്റ്റ് നമുക്ക് അപ്രോക്സിമേറ്റ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആണെങ്കിൽ, നിങ്ങൾ ഡീറ്റെയിൽഡ് കമ്പ്യൂട്ടേഷൻ എടുക്കാതെ നമ്മളുടെ കോസ്റ്റിങ്ങിലെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഇല്ലേ, അവിടെ മെറ്റീരിയലിൻ്റെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എത്രയാണ്, ലേബറിൻ്റെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എത്രയാണ്, ഓവർ ഹെഡ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് എത്രയാണ്, അതെല്ലാം കൂടി ടോട്ടൽ ചെയ്തിട്ട് പ്രോഡക്റ്റിൻ്റെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എടുത്താൽ മതി. നിങ്ങൾ ഡീറ്റെയിൽഡ് കമ്പ്യൂട്ടേഷൻ കോസ്റ്റ് പെർ യൂണിറ്റിന് എടുക്കണ്ട. അങ്ങനെ വേണമെങ്കിൽ കൺവീനിയൻസിന് വേണ്ടി അവർ തന്നിട്ടുണ്ട്. ഇനി ഇപ്പോൾ ടെക്സ്റ്റൈൽ ഷോപ്പ് പോലുള്ള സ്ഥലത്ത് നമുക്ക് ഫിഫോ ഒന്നും ഏതാണ് ഫോളോ ചെയ്യുന്നു എന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ കോസ്മെറ്റിക്സ് ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന ഷോപ്പുകൾ, ഇങ്ങനത്തെ വളരെ ചെറിയ റീറ്റെയിൽ ആയിട്ടുള്ള പല ഷോപ്പുകളിലും ഫിഫോ വെയ്റ്റഡ് ആവറേജ് ഒന്നും പലപ്പോഴും നമുക്ക് അപ്രോപ്രിയേറ്റ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അവരിപ്പം ഫോർ എക്സാമ്പിൾ എല്ലാ പ്രോഡക്റ്റിലും അവരുടെ കോസ്റ്റ് പ്ലസ് 10% മാർജിനിലാണ് വിൽക്കുന്നതെങ്കിൽ, ഇയർ എൻഡിൽ കറയുടെ ഷട്ടർ ഇട്ടിട്ട് അവിടെയുള്ള ഐറ്റം ഓരോന്നും അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തെടുത്താൽ സെല്ലിംഗ് പ്രൈസ് കിട്ടി. അതിൽ നിന്ന് അതിൻ്റെ പ്രോഫിറ്റ് മാർജിൻ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് എക്സാക്ട് കോസ്റ്റ് കിട്ടും. അങ്ങനെ നമുക്ക് വേണമെങ്കിലും കോസ്റ്റ് കണ്ടുപിടിക്കാം. അതിനെയാണ് റീറ്റെയിൽ മെത്തേഡ് എന്ന് പറയുക. റീറ്റെയിൽ മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റുക, ഫിഫോ വെയ്റ്റഡ് ആവറേജ് ഉപയോഗിക്കാൻ പറ്റാത്തൊരു ഇൻഡസ്ട്രി ആണെന്ന് നമുക്ക് തോന്നുകയും ചെയ്യുന്നുണ്ട്. അവിടെ യൂണിഫോം ആയിട്ടൊരു ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ ഉണ്ടെങ്കിൽ വി ക്യാൻ ഗോ വിത്ത് റീറ്റെയിൽ മെത്തേഡ്. ഇനി ഇതിലൊരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുകയാണ്, ഫിഫോ അല്ലെങ്കിൽ വെയ്റ്റഡ് ആവറേജിലെ റീറ്റെയിൽ മെത്തേഡ് ഏതെങ്കിലും ഒരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുകയെന്ന് വിചാരിക്കുക. സിമിലർ നേച്ചറുള്ള ഇൻവെൻട്രിക്ക് സിമിലർ മെത്തേഡ് ഫോളോ ചെയ്യണം. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻവെൻട്രി വന്നാൽ ഡിഫറെൻറ്റ് മെത്തേഡ് പറ്റും. ഫോർ എക്സാമ്പിൾ ITC ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്ക് വിവൽ എന്ന് പറയുന്ന സോപ്പും ഉണ്ട്, ഫിയാമ ഡിവൽ സോപ്പും ഉണ്ട്, രണ്ടും സോപ്പാണ്. അപ്പോൾ അവരെന്ത് ചെയ്യണം, ഒന്നുകിൽ ഫിഫോ അല്ലെങ്കിൽ വെയ്റ്റഡ് ആവറേജ് ഏതെങ്കിലും ഒരെണ്ണം രണ്ടിനും ഫോളോ ചെയ്യണം. ബട്ട് അവർക്ക് ഏതാണ്, ഇപ്പുറത്ത് സൺഫീസ്റ്റ് ബിസ്ക്കറ്റ് ഉണ്ടാവും, അത് വേറൊരു ടൈപ്പ് ഓഫ് പ്രോഡക്റ്റാണ്, അതിൽ അതേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമില്ല, ഡിഫറെൻറ്റ് മെത്തേഡ് വേണമെങ്കിലും ഫോളോ ചെയ്യാം. ഓക്കെ ആണോ? ഇതാണ് നമ്മളുടെ കോസ്റ്റ് മെഷർമെൻറ്റ് ടെക്നിക്സ് ഉള്ളത്. ഫൈൻ.